വാരണാസിയിലെ ജ്ഞാൻവാപി മന്ദിരം ഹിന്ദുക്കൾക്ക് വിട്ടു നൽകാൻ മുസ്ലിങ്ങൾ തയ്യാറാകണമെന്ന് പുരാവസ്തു ഗവേഷണ വകുപ്പ് റീജിയണൽ ഡയറക്ടർ കെ മുഹമ്മദ്. രാമജന്മഭൂമിക്ക് സമാനമാണ് ഹിന്ദുക്കൾക്ക് കാശിയും മധുരയുമെന്നും കെ മുഹമ്മദ് പ്രതികരിച്ചു. ജ്ഞാൻവാപി കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് കെ മുഹമ്മദിന്റെ പ്രതികരണം. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, നമുക്കറിയാം കെ മുഹമ്മദ് കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. വസ്തു ഗവേഷകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചരിത്രപരമായ വസ്തുതകൾ എക്കാലവും സത്യസന്ധതയോടുകൂടി ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ ശ്രദ്ധിച്ച കാര്യവുമാണ്. ഇപ്പോൾ ജ്ഞാൻവാപി മന്ദിരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന അഭിപ്രായം ഏത് രീതിയിലാണ്? രോഹിണി, നേരത്തെ ഈ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങൾ ഇന്ന് കാണുന്ന രീതിയിൽ പര്യവസാനിക്കാൻ കാരണക്കാരനായ വ്യക്തി കൂടിയാണ് മലയാളിയും കോഴിക്കോട് സ്വദേശിയുമായ കെ മുഹമ്മദ്. അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ മേധാവി കൂടിയാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഈ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് കാശിയും മധുരയും അയോധ്യയും ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് എന്നുള്ളതും ആരാധനാ കേന്ദ്രങ്ങളാണെന്നതും അത് വിട്ടു നൽകാൻ മുസ്ലിങ്ങൾ തയ്യാറാകണമെന്നും അദ്ദേഹം മുൻപും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും പോലെയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ എന്നതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അയോധ്യ രാംജന്മഭൂമിയിൽ ഈ പര്യവേഷണം നടക്കുകയുണ്ടായതും ശേഷം അത് കോടതിയിൽ തെളിവുകൾ എത്തുകയും ഇപ്പോൾ ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിലേക്ക് എത്തുകയും ചെയ്തത്. അതിനാൽ തന്നെ ഇപ്പോഴദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കാശിയും മധുരയും കൂടി ഹിന്ദുക്കൾക്ക് വിട്ടു നൽകി ഈ പ്രശ്നങ്ങൾ, ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കണം. അതാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. അത് മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് തർക്കങ്ങളിലേക്ക് പോകാതെ ഹിന്ദുക്കളും ഇനി പുതിയ പുതിയ സ്ഥലങ്ങളിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാതെ ഹിന്ദുക്കളും പിൻവാങ്ങണം എന്നൊരു വാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും നേരത്തെ RSSും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഡോക്ടർ മോഹൻ ഭാഗവത് RSS സർസംഘചാലക് പറഞ്ഞത് അയോധ്യ രാംജന്മഭൂമി പ്രക്ഷോഭത്തിൽ RSS പങ്കാളികളായിരുന്നു. കാശിയിലും അതോടൊപ്പം മധുരയിലും സ്വയം സേവകർ പങ്കെടുക്കുന്നെങ്കിൽ അത് RSS അതിനനുവദിക്കും എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു കാശിയും മധുരയും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. നേരിട്ട് പങ്കെടുക്കില്ലെങ്കിൽ കൂടി RSS സ്വയം സേവകർ അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിന് അവർക്ക് അനുമതി നൽകും എന്ന് അദ്ദേഹം പറഞ്ഞതിലൂടെ കാശിയും മധുരയും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം RSSും വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഈ പരാമർശം വന്നതോടെ, ഇപ്പോൾ കോടതിയിൽ കേസ് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പരാമർശം വന്നതോടെ ഇത് കൂടുതൽ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് രാമക്ഷേത്ര വിഷയത്തെ ഇത്രയധികം വഷളാക്കിയതെന്നും മുസ്ലിങ്ങളെ ഇളക്കിവിട്ടത് അവരാണെന്നും അദ്ദേഹം പറയുന്നു. ഒരു തവണ പോലും ആ പ്രദേശം സന്ദർശിക്കാതെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇനി കാശിയുടെയും മധുരയുടെയും കാര്യത്തിൽ എന്താകും കോടതിയിൽ നിന്നുള്ള തീരുമാനം എന്നതുകൂടി കാത്തിരിക്കണം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ മേധാവി കൂടിയാണ് ഇത് പറയുന്നത്. അദ്ദേഹം ഈ രണ്ട് സ്ഥലങ്ങളിലും സന്ദർശനം നടത്തുകയും അദ്ദേഹത്തിൻ്റെ പര്യവേഷണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതാണ്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.